ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് അപ്പത്തിൻ്റെ പൊടിയോ ഇടിയപ്പം, പുട്ട്, ബ്രെഡ്, ചോറ്, പൊറോട്ട, ചപ്പാത്തി അങ്ങനെ എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണേ. സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ഈ പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് കേട്ടോ. ആ എണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ കടുക് ഇട്ട് പൊട്ടിക്കഴിഞ്ഞ് ഒരു 2 വറ്റൽമുളകും ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നല്ല വലിപ്പമുള്ള ഒരു സവാള, അല്ല മീഡിയം വലിപ്പത്തിലോ ചെറുതോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.5 2. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 7 സാമാന്യം വലിപ്പമുള്ള എരിവുള്ള പച്ചമുളകും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഒരു 3/4 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചതും ഒരു 4-5 കഷ്ണം സാമാന്യം വലിപ്പമുള്ള വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതുമാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് പൊടികളാണ്. മല്ലിപ്പൊടി ഒരു 4 ടീസ്പൂൺ ലെവലായിട്ടും, കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂണും, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണ് അല്ലെ മാക്സിമം ഒരു 3/4 ടീസ്പൂണ്, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്. 7 പച്ചമുളക് നേരത്തെ ചേർത്തു. ഇപ്പോൾ കുരുമുളക് പൊടി ചേർത്തു, കുറച്ച് മുളക് പൊടിയുണ്ട്. അത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. എന്നാലും നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ വീട്ടിലെ എരിവിൻ്റെ ഒരു പരുവമുണ്ട്. അതനുസരിച്ച് നിങ്ങൾ അത് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോണേ. ഇവിടെ ഞങ്ങൾ സാമാന്യം നന്നായിട്ട് എരിവ് കൂട്ടുന്നവരാണ്. ആ ഒരു കണക്കിനാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാലോ, പൊടികൾ ഇടുന്നതിന് മുമ്പ് ഒന്നിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ഫ്ലെയിമിലേ പൊടികൾ ഇട്ട് കൊടുക്കാവുള്ളേ. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ നേരം അരപ്പ് വഴറ്റി അതിൻ്റെ പച്ചച്ചവ മാറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം തളിച്ച് കൊടുത്തിട്ട് വഴറ്റിയാൽ മതി കേട്ടോ. ഇപ്പം അരപ്പിൻ്റെയൊക്കെ പച്ചച്ചവ മാറിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല വലിപ്പത്തിലുള്ള ഒരു തക്കാളിയും കൂടി അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. ഇത് ഒരു 1/2 കിലോ ബീഫിൻ്റെ കണക്കിനുള്ളതാണ് ഞാൻ ഈ ചേരുവകളെല്ലാം പറഞ്ഞത് കേട്ടോ. ബീഫ് നല്ല വൃത്തിയായിട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് 1/4 കപ്പോ മാക്സിമം ഒരു 1/2 കപ്പ് വെള്ളമോ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിൽ നിന്ന് ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ഇത് ഇത്രയും. ഇനിയിപ്പം നമുക്ക് ബീഫിൻ്റെ ബാക്കി വേവും ആവണം, പൊട്ടറ്റോയും വേവണം. 3/4 ഭാഗത്തിൽ കൂടുതൽ വെന്ത ബീഫിലേക്ക് ഒരു 3 സാമാന്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും, ചെറുതല്ല മീഡിയം വലിപ്പത്തിൽ മുറിച്ചതും, ഒരു 2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് 2 വിസിലും കൂടെ അടുപ്പിക്കുന്ന വരെ ഒന്ന് കുക്ക് ചെയ്യുകയാണേ. ആദ്യം ഒരു 4 വിസിലാണ് കുക്ക് ചെയ്തെടുത്തത്. എനിക്ക് ഈ ഒരു 2 വിസിലും കൂടെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബീഫും വെന്തു, പൊട്ടറ്റോയും ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനിയും ഈ കുക്ക് ചെയ്ത ബീഫും പൊട്ടറ്റോയും കൂടെ നമ്മുടെ അരപ്പിലോട്ട് ചേർക്കണേ. 6 വിസിൽ കൊണ്ട് തന്നെ ബീഫ് വെന്തോളണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ചിലപ്പം 7-8 ആവും. പിന്നെ വളരെ നല്ല മൂപ്പ് കുറഞ്ഞ ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4-5 വിസിൽ കൊണ്ട് ആയിന്നും വരും. ഇപ്പം അതെല്ലാം കൂടി ഇട്ട് കുക്ക് ചെയ്തു. ഇനിയിപ്പം നമ്മൾ ഇതെല്ലാം കൂടെ പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കുവാണേ. ഇങ്ങനെ കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ച് സ്ലോ കുക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു ഗുണം ബീഫിൽ നന്നായിട്ട് അതിൻ്റെ അരപ്പിൻ്റെ ടേസ്റ്റ് എല്ലാം പിടിക്കും. പിന്നെ നമുക്കത് നമ്മുടെ ആവശ്യത്തിന് വറ്റിച്ചെടുക്കുകയും ചെയ്യാം. ചാറ് എന്തുമാത്രം വേണം എന്നുള്ളത് ഓരോ വീട്ടിലും ഓരോന്ന് പോലെയല്ലേ. നല്ല ചാറ് വേണം എന്നുണ്ടെങ്കിൽ അധികം പറ്റിക്കേണ്ട കാര്യമില്ല. 2 കപ്പ് നിറച്ച് ചിരകിയ തേങ്ങയിൽ നിന്ന് എടുത്ത് 1/4 പാലും 2/2 പാലുമാണ് ഇത്. ഒരു 1-1.25 കപ്പ് 1/4 പാലുണ്ടായിരുന്നു, 2 കപ്പ് 2/2 പാലും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഈ ബീഫ് കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് അങ്ങ് ചാറോടെയല്ല. നിങ്ങൾക്ക് കണ്ടല്ലോ, 1/4 പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം കട്ടിയായിട്ടായിരിക്കുന്നത്. ഇനിയും ഒരിച്ചിരി ഇരിക്കും തോറും കുറച്ചൊന്ന് കട്ടിയാവുകയും ചെയ്യും. അല്ല നിങ്ങൾക്ക് ഒരുപാട് ചാറ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തേങ്ങാപ്പാലോ അല്ലെന്നുണ്ടെങ്കിൽ പശുമ്പാൽ ഒഴിച്ചാലും മതി. എന്നിട്ട് ഇച്ചിരി കോൺഫ്ലവർ ഒഴിച്ച് ഒന്ന് കുറുക്കി എടുത്താൽ മതി കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂണോ വെള്ളം കോൺഫ്ലവർ ഒഴിച്ച് ഒന്ന് കുറുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും കൂടെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂ നട്ട്സ് കുതിർത്ത് അരച്ച് ചേർത്താൽ മതിയേ. അതുപോലെ 1/4 പാൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും തിളയ്ക്കാനിടയാവരുത്. ഇപ്പം ഉപ്പ് ആവശ്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുവാണേ. ഇപ്പം ഞാൻ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ മല്ലിയില വേണമായിരുന്നു, പക്ഷേ മല്ലിയില എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളായിരുന്നു. കുറച്ചുകൂടെ ഉള്ളതാണ് കുറേ കൂടി ടേസ്റ്റ്. ശരിക്കും നമ്മൾ അഡിക്റ്റഡ് ആയി പോകുന്ന ഒരു നല്ലൊരു സ്വാദാണ് ഈ കറിക്ക് കേട്ടോ. അപ്പം നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ. എന്നിട്ട് ഇഷ്ടപ്പെട്ടൊന്നും അറിയിക്കുകയും കൂടെ ചെയ്താൽ ഒരുപാട് സന്തോഷം. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്